ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം സജി സോവർണയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ഷത വിളക്കിൻ്റെ കാഴ്ചകളാണ്. അതുപോലെ തന്നെ പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മാർച്ച് മാസം 31-ാം തീയതി അക്ഷതി വിളക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ അതിമനോഹരമായി നടന്ന ഈ ഉത്സവവും അതിനോടനുബന്ധമായി കെട്ടുകാഴ്ചകളും പുരാണമായ പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ നടയിൽ ഇത്രയും ഗംഭീരമായി നടക്കുന്ന കാഴ്ചകളും അതിനോടനുബന്ധമായ വിശേഷങ്ങളുമാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതേ സമയം വീഡിയോ ചെയ്തിരുന്നു. പ്രേക്ഷകരുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും എല്ലാം എനിക്ക് ലഭിച്ചിരുന്നു. അതുപോലെ പ്രേക്ഷകരെല്ലാം ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ നാളെ ഭരണി ദിവസമാണ്. ഭരണി ദിവസം ഏറ്റവും നല്ല കുതിരയും അതിനോട് അനുബന്ധമായ വിശേഷങ്ങളും നാളെ ഭരണി ദിവസത്തിൽ പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ നടക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ കമ്പവും അതുപോലെ തന്നെ കമ്പത്തിനെ സംബന്ധമായി വലിയ ഒരു ദുരന്തവും ഉണ്ടായ മണ്ണാണ് പിറ്റിങ്ങൽ ദേവീക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ എല്ലാ അനിഷ്ട പ്രശ്നങ്ങളും മാറി ദേവിയുടെ മണ്ണിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഉത്സവം അതിഗംഭീരമായി ഗജവീരന്മാരുടെ അകമ്പടിയോട് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഞാനും അതിൽ ഒരു പങ്കാളിയായി. എനിക്കും ആ മണ്ണിൽ പോയി ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ നാളെയും ആ മണ്ണിലെ വിശേഷങ്ങൾ വരും വീഡിയോകളിൽ ഞാൻ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ആ മണ്ണിൽ എല്ലാവിധ സസ്യങ്ങളും അതുപോലെ നല്ല രീതിയിലുള്ള കച്ചവടക്കാരുടെ ഒരു സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഏത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും ഇവിടെ ലഭ്യമായിരുന്നു. ചെണ്ട, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളും കച്ചവടക്കാരുടെ ഒരു വൻ നിര തന്നെ ഈ മണ്ണിൽ കാണാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒത്തൊരുമയും ആ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങളുടെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഈ ഒരു ഗജമേള ആയിട്ട് നടക്കുന്ന ഈ ഒരു ഗജവീരന്മാരുടെ നിരനിരയായി നിൽക്കുന്ന കാഴ്ചകളും നമുക്കിതിൽ കാണാം. ഓരോ ഗജവീരന്മാരും ശാന്തനായി അതേത് സ്ഥലങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കാഴ്ചകളും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്.
എല്ലാ ഗജവീരന്മാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ ഗജവീരന്മാരും വളരെ ശാന്ത സൗമ്യമായ രീതിയിൽ തന്നെയാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അതിമനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിതിൽ കാണാം. അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ആനപ്രേമികളുടെ സാന്നിധ്യം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ആനകളും അതുപോലെ തന്നെ പേരുകേട്ട ഗജവീരന്മാരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ദേവീക്ഷേത്രവും ക്ഷേത്രത്തിനോട് അനുബന്ധമായ എല്ലാ സ്ഥലങ്ങളും ലൈറ്റുകളും പൂക്കൾ കൊണ്ടും അലങ്കാരപ്പെടുത്തിയ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കളിത്തട്ടുകളും അതുപോലെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളും ലൈറ്റുകൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കാരപ്പെടുത്തിയിരിക്കുന്നു. പുരാണമായ തെയ്യവും അതുപോലെ തന്നെ ഒരുപാട് കെട്ടുകാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവുമുണ്ട്. ചെണ്ടമേളങ്ങളൊക്കെ അതിമനോഹരമായി തന്നെ അവർ കൊട്ടി ആടുന്ന കാഴ്ചകളും നമുക്കിതിനോടനുബന്ധമായി കഴിഞ്ഞ 17 വർഷക്കാലത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ഉത്സവ പറമ്പുകളിൽ സാന്നിധ്യമായിട്ട് മാറാനുള്ള ദേവീ കടാക്ഷം ഭംഗിയുള്ള ചേട്ടന്മാരും ഭംഗിയുള്ള ചേച്ചിമാരും നല്ല പയ്യന്മാര് നല്ല മനോഹരമായ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കാണാൻ സന്തോഷം ആദ്യം തന്നെ അറിയിക്കാണ്. എടുത്താണ് കുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രം. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും ഗജവീരന്മാരുടെ ഈ ഒരു സാന്നിധ്യമുള്ള ഈ ഒരു ദിവസം തന്നെ അവസാനിക്കണം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് വളരെ സൈന്യമായ ചേട്ടന്മാരുടെ കണ്ണാടി ലക്ഷ്യമുള്ളത് അച്ഛനാണ് പറയുന്നത്. ചേച്ചിമാരൊക്കെ കേൾക്കുന്നില്ല. ചേച്ചിമാരെന്തേ കണ്ണാടി വേണോ അത് കുറച്ചുകൂടെ വീടോ?
രണ്ട് കേസുകാർ പറയുന്നത് കണ്ണാടി നാട്ടിലാണ് കാര്യം. സത്യം കേട്ടോ, ഇത്രയും ക്രൗഡ് കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പോകാൻ വെച്ചോണ്ട് കേൾക്കണം. ഹലോ, ഹായ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഓവർണിയാണ്. ഇന്ന് അക്ഷതി വിളക്ക് 1-ാം ദിവസം മുതൽ 7-ാം ദിവസമായ അക്ഷതി വിളക്കിൻ്റെ ഇന്നത്തെ ഈ പുണ്യപരായണമായ നമ്മുടെ ഈ പെട്ടിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ഇന്നത്തെ അക്ഷതി വിളക്കിൻ്റെ കാഴ്ചകളാണ് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ആനകളും ബെഞ്ചാമരവും വീശി ആ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നടന്ന ഇന്ന് ഈ സംരംഭത്തെ വളരെ മനോഹരമായി ദൃശ്യങ്ങൾ പകർത്താനും അതുപോലെ ഇന്നത്തെ ഈ പുരാണമായ ദേവീക്ഷേത്രത്തിലെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്.